അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഫത്വ പ്രഖ്യാപിച്ച് ഇറാനിലെ ഷിയ മതപുരോഹിതൻ. ദൈവത്തിന്റെ ശത്രുക്കളെന്ന് പറഞ്ഞാണ് ഫത്വ പ്രഖ്യാപനം. പറഞ്ഞതിനും ചെയ്തതിനും ഇരുവരും പശ്ചാത്തപിക്കണം. ഇരുവർക്കും എതിരെ ലോകത്തെ എല്ലാ മുസ്ലിം മതവിഭാഗക്കാരും ഒന്നിക്കണമെന്നും ഗ്രാൻഡ് ആയത്തുള്ള നാസ മക്കരയും ഷിറാസി ആവശ്യപ്പെട്ടു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ആണ് ചേരുന്നത്. ഐസൻ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്? രാഖി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇറാൻ്റെ ഒരു ഉന്നത മതപുരോഹിതനാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കൾ, എനിമീസ് ഓഫ് ഗോഡ് എന്ന ഒരു വ്യാഖ്യാനത്തിലാണ്. അത്തരത്തിലുള്ള ശത്രുക്കൾ തങ്ങളുടെ പ്രവർത്തികൾ, അതായത് ഇറാന് എതിരെ നടത്തിയ യുദ്ധവും അതുപോലെ തന്നെ അമേരിക്ക നടത്തിയ യുദ്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തങ്ങളുടെ ശത്രുക്കളായി ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറിയിരിക്കുന്നവർക്ക് ഖേദമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു രാജ്യപീഠം എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നടത്തിയവരെ വെറുതെ വിട്ടുകൂടാ എന്നൊരു നിലപാടാണ് തീർച്ചയായും ഇവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നേരത്തെ ഉണ്ടായ ഈ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇറാനിൽ നടത്തിയ ആക്രമണത്തിനൊരു പ്രതികാരം എന്ന രീതിയിലാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തുന്നതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിൽ പ്രതിരോധിക്കുന്നതിനെ ലോക മുസ്ലിമുകൾ ഒന്നായി നിൽക്കണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ചരിത്രത്തിൽ പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു രീതി ഇറാൻ്റെ പല സംവിധാനങ്ങൾക്കും ആത്മീയ നേതൃത്വം അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തിനുണ്ട്. അത്തരത്തിലൊരു ഫത്വ തന്നെയാണ് ഇപ്പോഴും പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഫത്വ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനിലെ ഷിയ മതപുരോഹിതൻ എന്ന വാർത്തയാണ് പുറത്തു വന്നത്.